Hello everyone, welcome to our class where we'll explore the world of words. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th SCRT ഇംഗ്ലീഷിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. സമ്മറി ആൻഡ് ക്യാരക്ടർ സ്കെച്ചസ്. ആദ്യം നമുക്ക് സമ്മറി നോക്കാം. അതിൽ പോയിൻറ്റ്സ് ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ് സമ്മറി എഴുതിയിട്ടുള്ളത്. നിങ്ങളതിനെ പാരഗ്രാഫ് തിരിച്ച് എഴുതുക. സോ നമുക്ക് തുടങ്ങാം. Join the learning journey with Little Launch 25. An old man with wings appears in a family's courtyard. എന്ത് ചെയ്യുന്നു? ചിറകുകളോട് കൂടിയ വൃദ്ധനായ മനുഷ്യൻ ഈ കുടുംബത്തിൻ്റെ മുറ്റത്ത് കാണപ്പെടുന്നു. കുടുംബം എന്താണെന്ന് നമുക്കറിയാം. ആരാന്നറിയാം. പെലായോയും അദ്ദേഹത്തിൻ്റെ വൈഫ് എലിസൻ്റെയും കുഞ്ഞുമടങ്ങുന്നതാണ് കുടുംബം. അവരുടെ വീടിൻ്റെ മുറ്റത്താണ് ഈ ഓൾഡ് മാനെ കാണുന്നത്. ഹീ ഈസ് ബിലീവ്ഡ് ടു ബി ആൻ ഏഞ്ചൽ. അദ്ദേഹത്തെ ഒരു മാലാഖയായി കണക്കാക്കുന്നു. പീപ്പിൾ കം ടു സീ ഹിം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ആകാംക്ഷയുടെ പുറത്താണ് ആൾക്കാർ ഇവനെ കാണാൻ വരുന്നത്. ദ ഫാമിലി ചാർജസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ കുടുംബം ഫീസ് ഈടാക്കുന്നു. ചാർജസ് അഡ്മിഷൻ ടു വ്യൂ ഹിം. എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത എമൗണ്ട് പ്രവേശന ഫീസായി വയ്ക്കുന്നു. ദി ഓൾഡ് മാൻ ഇസ് വീക്ക് ആൻഡ് ടയേർഡ്. ഈ വൃദ്ധൻ ക്ഷീണിതനും ക്ഷീണിതനുമാണ്. വീക്ക് ആൻഡ് ടയേർഡ്. ഹി ഹാസ് എനോമസ് വിങ്സ്. അദ്ദേഹത്തിന് വലിയ ചിറകുകളുണ്ട്. ബട്ട് ദേ ആർ ഡേർട്ടി. പക്ഷേ അവയെല്ലാം എന്താണ്? ഡേർട്ടി, വൃത്തികെട്ടതാണ്, വൃത്തിയില്ലാത്തതാണ്. ദ കമ്മ്യൂണിറ്റി ഡൗട്ട്സ് അബൌട്ട് ഹിസ് ഐഡൻറ്റിറ്റി. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സമുദായം. ഇവിടെ ഉദ്ദേശിക്കുന്ന ജനങ്ങൾ മൊത്തം, അവിടുത്തെ ആളുകളെല്ലാം, വില്ലേജേഴ്സ് എന്നർത്ഥം എടുക്കാം. എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ സംശയിക്കുന്നു. സം ബിലീവ് ഹീ ഈസ് എ മിറക്കിൾ വർക്കർ. ചില ആളുകൾ പറയുന്നു എന്തോ അത്ഭുത ശക്തിയൊക്കെ പ്രകടിപ്പിക്കാൻ അറിയുന്ന, അല്ലെങ്കിൽ എന്തോ അത്ഭുതമൊക്കെ ഉള്ള കഴിവുകളൊക്കെ ഉള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. അതേഴ്സ് ഡൗട്ട് ഹിസ് ഡിവിനിറ്റി. ചിലവർ പറയുന്നുണ്ട് എന്തോ ദൈവികത ഉള്ളതാണെന്ന് പറയുന്നു. ചിലരത് വിശ്വസിക്കുന്നുമില്ല. ദി ഓൾഡ് മാൻ ഡസൻ പെർഫോം മിറക്കിൾസ്. എന്നാൽ നമ്മുടെ ഈ വൃദ്ധൻ ഒരു തരത്തിലുള്ള അത്ഭുതങ്ങളും കാണിക്കുന്നില്ല. ഹീ ഈസ് ട്രീറ്റഡ് പുവർലി ബൈ ദി കമ്മ്യൂണിറ്റി. ചുറ്റുമുള്ള ആളുകൾ, അല്ലെങ്കിൽ സമുദായം, അല്ലെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ വളരെ മോശമായാണ് പരിഗണിക്കുന്നത്. ദ ഫാമിലി എക്സ്പ്ലോർസ് ഹിം ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ. ഈ കുടുംബം അദ്ദേഹത്തെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. ദി ഓൾഡ് മാൻ ലോങ്സ് ടു ഫ്ലൈ ആൻഡ് ബി ഫ്രീ. അദ്ദേഹം പറക്കാൻ ആഗ്രഹിക്കുന്നു. ലോങ്സ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുകയാണ്. ലോങ്ങുമായിട്ട് അതിന് ബന്ധമല്ല. ഓക്കെ, ലോങ്സ് ആഗ്രഹിക്കുന്നു. ടു ഫ്ലൈ, പറക്കാനും. ആൻഡ് ബി ഫ്രീ, സ്വതന്ത്രമാവാനും. ഇൻട്രസ്റ്റ് ഇൻ ഹിം ഫെയ്ഡ്സ് ഓവർ ടൈം. കാലം കഴിയുമ്പോൾ ജനങ്ങൾക്ക് അയാളോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. ഫെയ്ഡ് ആവുക, മങ്ങുക, കുറയുക. ഹീ ഈസ് ലെഫ്റ്റ് ടു ലിവ് ഇൻ ദ ഫാമിലീസ് കോർട്ട്യാർഡ്. അങ്ങനെ ഈ കുടുംബത്തിൻ്റെ മുറ്റത്ത് എന്ത് ചെയ്യുന്നു? പിന്നീട് ജീവിക്കാനായി അദ്ദേഹത്തെ മാറ്റുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം ഈ കുടുംബത്തിൻ്റെ മുറ്റത്ത്, നമുക്കറിയാം കൂപ്പിലാണ് അദ്ദേഹം, ചിക്കൻ കൂപ്പിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ താമസിക്കാനായിട്ട്, സമയം ചെലവഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അയാൾ അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നു എന്നർത്ഥം. ദി ഫാമിലി സീസ് ഹിം ആസ് എ വേ ടു മേക്ക് മണി. ഈ കുടുംബം ഇദ്ദേഹത്തെ കാണുന്നത് പണമുണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ്. ദി ഓൾഡ് മാൻസ് പ്രസൻസ് ഡിസ്റപ്റ്റ്സ് ദി കമ്മ്യൂണിറ്റി. ഈ മനുഷ്യൻ്റെ സാന്നിധ്യം സമുദായത്തെ, അല്ലെങ്കിൽ വില്ലേജേഴ്സിനെ, നാട്ടുകാരെ തടസ്സപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓൾഡ് മാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല. പക്ഷേ ആളുകൾ ഇങ്ങനെ കാണാൻ വന്നിട്ടും ഇവിടെ സമയം ചിലവഴിച്ചിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹി ഈസ് എ മിസ്റ്റീരിയസ് ഫിഗർ. ഇദ്ദേഹം ഒരു നിഗൂഢമായ രൂപമാണ്. ദ സ്റ്റോറി എക്സ്പ്ലോർസ് ദ തീംസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹ്യൂമാനിറ്റി. അപ്പോൾ ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നത്, പര്യവേഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീംസ് ഓഫ് ഫെയ്ത്ത് വിശ്വാസം, ആൻഡ് ഹ്യൂമാനിറ്റി മനുഷ്യത്വം. ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് കാണിക്കുന്നത്. ഇറ്റ് ക്രിറ്റിക്സ് ഹൗ പീപ്പിൾ ട്രീറ്റ് ദ അൺനോൺ ഓർ മാർജിനലൈസ്ഡ്. ഇതിലെന്താണ് കാണിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെട്ട
അധസ്ഥിത വിഭാഗം എന്നോ അല്ലെങ്കിൽ നമ്മളിൽ പെടാത്തവർ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്ന വിഭാഗക്കാരുണ്ടല്ലോ, അതാര് തന്നെയായാലും അവരെ എങ്ങനെയാണ് മറ്റു മനുഷ്യർ പരിഗണിക്കുന്നത് എന്നുള്ളതിനെ ഇവിടെ വിമർശിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഓൾഡ് മാൻ. നോക്കൂ, ഫസ്റ്റ് പോയിന്റ്, എനോമസ് വിങ്സ്, വലിയ ചിറകുകൾ. ദി ഓൾഡ് മാൻ ഹാസ് ലാർജ് ഡർട്ടി ആൻഡ് ഡിഷവൽഡ് വിങ്സ്. ഈ വൃദ്ധന് വലുതും വൃത്തിയില്ലാത്തതും എന്നാൽ അഴുകിയതുമായ ചിറകുകളാണുള്ളത്. ഡിഷവൽഡ് മീൻസ് അഴുകിയത്. രണ്ടാമത്തെ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വീക്ക് ആൻഡ് ഫ്രീയിൽ, ക്ഷീണിതനും ദുർബലനും. ഡിസ്പൈറ്റ് ഹിസ് വിങ്സ് ദി ഓൾഡ് മാൻ അപ്പിയേഴ്സ് വീക്ക് ആൻഡ് ഫ്രീ. ഡിസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നിട്ടും എന്നാണ് അർത്ഥം. ചിറകുകൾ ഉണ്ടായിരുന്നിട്ടും ഈ വൃദ്ധൻ കാണപ്പെടുന്നത് എങ്ങനെയാണ്? വീക്ക്, ക്ഷീണിതനും, ഫ്രീയിൽ, ദുർബലനുമായിട്ടാണ്. തേർഡ് പോയിന്റ്, മിസ്റ്റീരിയസ്, നിഗൂഢമായ. ദി ഓൾഡ് മാൻസ് ഒറിജിൻസ് ആൻഡ് പേർപ്പസ് ആർ അൺനോൺ. എവിടുന്ന് വന്നു എന്നോ എന്തിനു വന്നു, പേർപ്പസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നുള്ളത് അൺനോൺ ആണ് അല്ലേ, ആർക്കും അറിയാത്ത ഒന്നാണ്. നാലാമത്തത് സഫറിങ്. ഹി സീംസ് ടു ബി സഫറിങ് ഫ്രം ദി അറ്റൻഷൻ ആൻഡ് നെഗ്ലക്റ്റ്. ഇനി മറ്റൊന്ന് അറിയുന്നത്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഹി സീംസ് ടു ബി സഫറിങ് ഫ്രം ദി അറ്റൻഷൻ ആൻഡ് നെഗ്ലക്റ്റ്. മറ്റുള്ളവരെ ഇയാളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതുകൊണ്ടും ഇയാൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് രണ്ടും നടക്കുന്നുണ്ട് അവിടെ. ആൾക്കാരുടെ ശല്യമുണ്ട്, അതേപോലെ വീട്ടിൽ നിന്ന് വേണ്ട പരിഗണന കിട്ടുന്നുമില്ല. ഇത് രണ്ടും കൊണ്ടും അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട്. അഞ്ചാമത്തത് പേഷ്യൻറ്റ്. ദി ഓൾഡ് മാൻ എൻഡേഴ്സ് ദി ടൗൺ പീപ്പിൾസ് ക്രൂവൽറ്റി ആൻഡ് നെഗ്ലക്റ്റ്. എൻറ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫർ ചെയ്യുക, സഹിക്കുക എന്നാണ് അർത്ഥം. ദി ഓൾഡ് മാൻ എൻഡേഴ്സ്, അയാൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ദി ടൗൺ പീപ്പിൾസ് ക്രൂവൽറ്റി, ആ നാട്ടുകാരുടെ ക്രൂരത കൊണ്ട്, ആൻഡ് നെഗ്ലക്റ്റ്, നിഷേധം കൊണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഡിറ്റാച്ച്ഡ്. ഹി അപ്പിയേഴ്സ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി വേൾഡ് അറൗണ്ട് ഹിം എന്നാണ് പറയുന്നത്. ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അകന്നിരിക്കുക. ചുറ്റുമുള്ള ലോകത്ത് നിന്ന് അദ്ദേഹം ഒരുപാട് അകന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നു. നെക്സ്റ്റ് പോയിന്റ്, നോട്ട് ഡിവൈൻ, ദൈവികമല്ല എന്നർത്ഥം. ഡിസ്പൈറ്റ് ബീയിങ് പെർസീവ്ഡ് ആസ് ആൻ ഏഞ്ചൽ. ഏഞ്ചൽ എന്നുള്ള ഒരു പേര് അദ്ദേഹം നേടിയിട്ടും, അങ്ങനൊരു പേര് ഉണ്ടായിട്ടും, ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. പെർസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷിക്കുക, ഗ്രഹിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഏഞ്ചൽ, മാലാഖ എന്നൊരു പേരുണ്ടായിട്ടും ദി ഓൾഡ് മാൻ ഡസൻ എക്സിബിറ്റ് ഡിവൈൻ ക്വാളിറ്റീസ്. ഇദ്ദേഹം എക്സിബിറ്റ് ചെയ്യുക, കാണിക്കുക. ഇദ്ദേഹം ഒരു തരത്തിലുള്ള ദൈവിക ക്വാളിറ്റീസ്, ഗുണമേന്മയും കാണിക്കുന്നില്ല. നെക്സ്റ്റ് വൺ, ഹ്യൂമൻ ലൈക്ക്. ഹി ഹാസ് ഹ്യൂമൻ ലൈക്ക് നീഡ്സ് ആൻഡ് ഫ്രെയിൽറ്റീസ്. ഇദ്ദേഹത്തിന് ഏഞ്ചൽ എന്ന് പേരുണ്ടെങ്കിലും മനുഷ്യരെ പോലെയുള്ള അല്ലെങ്കിൽ മനുഷ്യരുടെ ആവശ്യങ്ങളും മനുഷ്യരുടെ ദൗർബല്യങ്ങളുമാണ് ഈ മനുഷ്യനുള്ളത്. ദെൻ റിസൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിയാക്കുന്ന, രാജിവെക്കുന്ന എന്നൊക്കെയാണ് ശരിക്കുള്ള അർത്ഥം. ദി ഓൾഡ് മാൻ സീംസ് ടു റിസൈൻ ടു ഹിസ് ഫെയ്റ്റ്. ഇവിടെ കീഴടങ്ങുക എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. സോ അദ്ദേഹത്തിൻ്റെ വിധിക്ക് കീഴടങ്ങുന്നവനാണ്. നോട്ട് എ മിറക്കിൾ വർക്കർ. നെക്സ്റ്റ് പോയിന്റ്, നോട്ട് എ മിറക്കിൾ വർക്കർ. അദ്ദേഹം ഒരു അത്ഭുതവും കാണിക്കുന്നവനല്ല. ഹി ഡസൻ പെർഫോം മിറക്കിൾസ് ഓർ ഷോ എക്സ്ട്രോർഡിനറി പവേഴ്സ്. ഒരു തരത്തിലുള്ള അത്ഭുതവും കാണിക്കുന്നില്ല, അസാധാരണമായ ഒരു ശക്തിയും ആ മനുഷ്യന് ഇല്ല. ഓർഡിനറി. ഡിസ്പൈറ്റ് ഹിസ് വിങ്സ് ദി ഓൾഡ് മാൻ ഇസ് ഡെപിക്റ്റഡ് ആസ് ആൻ ഓർഡിനറി ബീയിങ്. ചിറകുകൾ ഉണ്ടായിരുന്നിട്ടും ഈ മനുഷ്യനെ ഡെപ്പിക്റ്റ് ചെയ്യുക, ചിത്രീകരിക്കുക അല്ലേ, ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു സാധാരണ ജീവിയെ പോലെയാണ്, സാധാരണ മനുഷ്യനെ പോലെയാണ്. നെക്സ്റ്റ് വൺ, നെഗ്ലക്റ്റഡ്. ഹി ഈസ് ഓഫൻ നെഗ്ലക്റ്റഡ് ആൻഡ് മിസ്ട്രീറ്റഡ് ബൈ ദി ടൗൺ പീപ്പിൾ. നെഗ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവഗണിക്കുക. നെഗ്ലക്റ്റഡ്, അവഗണിക്കപ്പെടുന്നുണ്ട്. ഈ ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാണ്ട് അവഗണിക്കുകയോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ലോൺലി. ഒറ്റപ്പെടൽ. ദി ഓൾഡ് മാൻ അപ്പിയേഴ്സ് ലോൺലി ആൻഡ് ഐസൊലേറ്റഡ്. ഇയാൾക്ക് ഇത്രയും ആളുകൾ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിലും, ഇത്രയും ആളുകൾ വന്നു പോകുന്നുണ്ടെങ്കിലും ഈ മനുഷ്യൻ ഒറ്റപ്പെടൽ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്.
നോട്ട് എ സിംബൽ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ അടയാളമല്ല. ഹി ഡസൻ ബ്രിങ് ഹോപ്പ്, അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ആർക്കും കൊടുക്കുന്നില്ല, കൊണ്ടുവരുന്നില്ല. ഓർ റിഡംഷൻ, റിഡംഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് എന്നർത്ഥം, അതും കൊണ്ടുവരുന്നില്ല. ടു ദി ടൗൺ പീപ്പിൾ, ആർക്ക്? ജനങ്ങൾക്ക്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, സ്പെക്ടക്കിൾ, കാഴ്ച. സ്പെക്ടക്കിൾ, ദി ഓൾഡ് മാൻ ബിക്കംസ് എ സ്പെക്ടക്കിൾ ഫോർ ദ ടൗൺ പീപ്പിൾസ് എൻ്റർടൈൻമെൻറ്റ്, ജനങ്ങളുടെ ആസ്വാദനത്തിൻ്റെ ഒരു കാഴ്ചയായി മാത്രം മാറുകയാണ് ഈ മനുഷ്യൻ. നെക്സ്റ്റ് വൺ, ഡിസപ്പോയിൻറ്റിങ്, ഹി ഡസൻറ്റ് മീറ്റ് ദ ടൗൺ പീപ്പിൾസ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് ആൻ ഏഞ്ചൽ, അതായത് മാലാഖ മാലാഖ എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത്, പക്ഷേ ജനങ്ങളുടെ ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷകളൊന്നും നിറവേറ്റാൻ ഇയാൾക്ക് പറ്റുന്നില്ല. അവർ വിചാരിച്ച പോലെയല്ല വന്ന് കണ്ടപ്പോൾ എന്നർത്ഥം. ദെൻ മോർട്ടൽ, ദി ഓൾഡ് മാൻ ഇസ് ഡെപ്പിക്റ്റഡ് ആസ് എ മോർട്ടൽ ബീയിങ്, മോർട്ടൽ നശ്വരമായത്, നാശത്തിന് കാരണമാകുന്നത്, മരിക്കുന്നത് ഒക്കെ അർത്ഥം. സോ ഇത് ഏഞ്ചൽ എന്ന് പറഞ്ഞാലും ഇതും എന്ത് ചെയ്യുന്നു, മരിക്കുന്ന ഒന്നാണ് അല്ലേ, അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്, ഒരിക്കൽ മരിച്ചു പോകും എന്നുള്ള രീതിയിൽ. സബ്ജക്റ്റ് ടു ദ സെയിം ഫ്രെയിൽറ്റീസ് ആസ് ഹ്യൂമൻസ്, മനുഷ്യന്മാരുടെ പോലെയുള്ള എല്ലാ ദൗർബല്യങ്ങളും ഉണ്ട് ഇദ്ദേഹത്തിന്. പിന്നെ ഇപ്പം എന്താ ഇയാൾക്ക് ചിറകുണ്ടെന്നല്ല, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ എന്നാണ് പിന്നീട് ജനങ്ങൾ വിചാരിക്കുന്നത്. നെക്സ്റ്റ്, നോട്ട് എ സേവിയർ, സേവിയർ എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നർത്ഥം അല്ലേ. എന്താണ്, ഇദ്ദേഹം ആരെയും രക്ഷപ്പെടുത്തുന്നില്ല. ഹി ഡസൻ സേവ് ഓർ റെഡീം എനി വൺ ഇൻ ദ സ്റ്റോറി, ഈ കഥയിൽ ഒരാളെയും രക്ഷപ്പെടുത്തുകയോ അല്ലെങ്കിൽ റെഡീം ചെയ്യുകയോ മോചിപ്പിക്കുകയോ ഒന്നും ഇയാൾ ചെയ്യുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, എനിഗ്മാറ്റിക്, എനിഗ്മാറ്റിക് എന്നാൽ മിസ്റ്റീരിയസ് എന്നർത്ഥം അല്ലേ, ഗൂഢമായത്, ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെയാണ് എനിഗ്മാറ്റിക്കിൻ്റെ അർത്ഥം. ദി ഓൾഡ് മാൻ റിമെയിൻസ് ആൻ എനിഗ്മാറ്റിക് ഫിഗർ, ഇദ്ദേഹം എങ്ങനെയാണ്, ഒരു ഗൂഢമായ രൂപമായി ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഫ്രീ, ആത്യന്തികമായി എന്ത് ചെയ്യുന്നു, സ്വതന്ത്രമാവുന്നു. ഹി ഇവൻച്വലി ഫ്ലൈസ് അവേ, സാന്ദർഭികമായി അദ്ദേഹം പറക്കുന്നു. റീഗെയിനിങ് ഹിസ് ഫ്രീഡം, തൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്തുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് പെലായോ. നോക്കൂ, പ്രാക്ടിക്കൽ, ഫസ്റ്റ് പോയിന്റ് തന്നെ പറയുന്നത് പ്രാക്ടിക്കൽ മാൻ ആണെന്നാണ്, പ്രായോഗിക ബുദ്ധിയുള്ള മനുഷ്യൻ. പെലായോ ഇസ് എ പ്രാക്ടിക്കൽ മാൻ, അദ്ദേഹം ഒരു പ്രായോഗികതയുള്ള മനുഷ്യനാണ്. ഹൂ സീസ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ അദ്ദേഹം കാണുന്നത് എങ്ങനെയാണ്, ഇൻ ദി ഓൾഡ് മാൻസ് പ്രസൻസ്, അതായത് ഈ വൃദ്ധൻ്റെ സാന്നിധ്യത്തെ അവസരങ്ങളാക്കി മാറ്റാൻ, പണം ഉണ്ടാക്കാനുള്ള മാർഗമാക്കി മാറ്റാൻ കഴിവുള്ള ആളാണ് പെലായോ. ഇൻ ദാറ്റ് സെൻസ് ഹീ ഈസ് എ പ്രാക്ടിക്കൽ മാൻ. രണ്ടാമത്തെ വേർഡ് ഓൺട്രപ്രന്യൂറിയൽ, ഈ ആണ് സ്പെല്ലിംഗ് എങ്കിൽ നമ്മൾ ഓ എന്ന് പ്രൊനൗൺസ് ചെയ്യും. ഓൺട്രപ്രന്യൂറിയൽ, ഈ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സംരംഭകത്വം എന്നാണ് അർത്ഥം. പുതിയ സംരംഭങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര, ഒരാഗ്രഹം എന്ന് പറയും. സോ അദ്ദേഹം ഒരു പുതിയ സംരംഭമല്ലേ കണ്ടുപിടിച്ചത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ആശയമാണ് കണ്ടുപിടിച്ചത്, പണം ഉണ്ടാക്കാനുള്ള ഒരു ആശയം. ഹി ഡിസൈഡ്സ് ടു ചാർജ് പീപ്പിൾ, ജനങ്ങൾക്ക് പണം ഈടാക്കാൻ തീരുമാനിക്കുന്നു. ടു സീ ദി ഓൾഡ് മാൻ, ഇയാളെ കാണാൻ വേണ്ടി. ഷോക്കേസിങ് ഹിസ് ഓൺട്രപ്രന്യൂറിയൽ സ്പിരിറ്റ്, ഇത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സംരംഭകത്വത്തെയാണ്, അതിൻ്റെ ഒരു സ്പിരിറ്റിനെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ, റിസോഴ്സ്ഫുൾ. പെലായോ ഫൈൻഡ്സ് വേയ്സ് ടു പ്രോഫിറ്റ് ഫ്രം ദി ഓൾഡ് മാൻസ് പ്രസൻസ്, ഈ മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ലാഭമുണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അദ്ദേഹം എത്തുന്നു, അല്ലെങ്കിൽ അതിനുള്ളൊരു മാർഗം കണ്ടെത്തുന്നു. റിസോഴ്സ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായത് എന്നൊക്കെയാണ്, ഇവിടെ ഒരു കാര്യത്തിന് കാരണമാകുന്നു എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് പെർട്ടിക്കുലർലി കമ്പാഷനേറ്റ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അനലൈസ് ചെയ്യുമ്പോൾ കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ അനുകമ്പ, പക്ഷേ നോട്ട് പെർട്ടിക്കുലർലി കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ അത്ര അനുകമ്പയുള്ള കൂട്ടത്തിലൊന്നുമല്ല. ഹി ഡസൻ ഷോ മച്ച് കൺസേൺ ഫോർ ദ ഓൾഡ് മാൻസ് വെൽ ബീയിങ്, ഈ മനുഷ്യൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു പരിഗണനയും അദ്ദേഹം കൊടുക്കുന്നില്ല, പ്രത്യേകിച്ചൊരു കാര്യവും അദ്ദേഹം ചെയ്യുന്നില്ല. ഓർഡിനറി, പെലായോ ഇസ് ഡെപ്പിക്റ്റഡ് ആസ് ആൻ ഓർഡിനറി മാൻ, പെലായോനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. ഡ്രിവൺ ബൈ എവ്രിഡേ കൺസേൺസ്, ഡ്രിവൺ ബൈ നയിച്ചിരിക്കുന്നു, ബൈ എവ്രിഡേ കൺസേൺസ്,
ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളാൽ. നെക്സ്റ്റ് പോയിന്റ്, സൂപ്പർസ്റ്റീഷ്യസ്, അന്ധവിശ്വാസി. He believes the old man's presence might have contributed to his child's recovery. അതായത് അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യം ഈ വൃദ്ധൻ്റെ സാന്നിധ്യമായിരിക്കാം തൻ്റെ കുഞ്ഞിൻ്റെ അസുഖം പെട്ടെന്ന് മാറാൻ കാരണമായതെന്ന്. ഓക്കെ, ദെൻ ഏഴാമത്തത്, നോട്ട് റിഫ്ലക്റ്റീവ്. ഓക്കെ, Pelayo doesn't seem to reflect deeply on the implications of the old man's presence. ഇവിടെ റിഫ്ലക്റ്റീവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിഫലിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ലാതെ ചിന്തിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. സോ നോട്ട് റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചിന്തിപ്പിക്കുന്നില്ല. എന്താ ചിന്തിക്കാത്ത കാര്യം? Pelayo doesn't seem to reflect deeply on the implications. ഇവിടെ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ എന്നാണ്. സൂചന എന്നും അർത്ഥമുണ്ട് ഇംപ്ലിക്കേഷന്. ഓഫ് ദി ഓൾഡ് മാൻസ് പ്രസൻസ്. ഈ വ്യക്തിയുടെ, ഈ മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെപ്പറ്റി ചിന്തിക്കാൻ വലിയ താല്പര്യമൊന്നും പെലായോയ്ക്ക് ഇല്ല എന്നർത്ഥം. നെക്സ്റ്റ് വൺ, ഫോക്കസ്ഡ് ഓൺ മെറ്റീരിയൽ ഗെയിൻ. ഭൗതികമായ ലാഭത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഹി പ്രയറിറ്റൈസസ്, മുൻഗണന നൽകുന്നു. മെറ്റീരിയൽ ഗെയിൻ ഓവർ അതർ കൺസിഡറേഷൻ, മറ്റുള്ള പരിഗണനകളേക്കാൾ പ്രാധാന്യം ഭൗതിക നേട്ടത്തിനാണ് അദ്ദേഹം കൊടുക്കുന്നത്. Representative of the townspeople, Pelayo's actions and attitudes. പെലായോൻ്റെ പ്രവൃത്തികളും ആറ്റിറ്റ്യൂഡ്സ്, മനോഭാവങ്ങളും റിഫ്ലക്റ്റ് ദോസ് ഓഫ് ദി ടൗൺ പീപ്പിൾ. ഇവിടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് റിഫ്ലക്റ്റിന്. ഓക്കെ, സോ ജനങ്ങളുടെ പ്രവൃത്തിയെ എന്ത് കാണിക്കുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണോ ജനങ്ങൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ് പെലായോയും ചിന്തിക്കുന്നത് എന്നർത്ഥം. And the last point, not a complex character. Pelayo is not a deeply complex character. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ക്യാരക്ടറൊന്നുമല്ല, സങ്കീർണമായ കഥാപാത്രമൊന്നുമല്ല അദ്ദേഹം. ബട്ട് റാദർ എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഓർഡിനറി ഹ്യൂമാനിറ്റി. റാദർ എന്ന് പറഞ്ഞാൽ മറിച്ച്, സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാണ് അദ്ദേഹം. ഓക്കെ, ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. Okay, thank you.